ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ കാലത്ത് എണീറ്റു, സമയം ഇപ്പോൾ 7 മണിയായി. പുറത്ത് നല്ല വെളിച്ചമെല്ലാം വന്നിട്ടുണ്ട്. ബേബിക്കു സ്റ്റില്ല് ഉറക്കമാണ്. പുറത്ത് മഴയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ രാത്രി. ഇതുണ്ടോ മഴത്തുള്ളികളെല്ലാം ടെൻറ്റിൻ്റെ മുകളിൽ കാണാം നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നല്ല എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ. നമുക്ക് ടെൻറ്റിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. ആഹാ, അടിപൊളി സാർ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാത്റൂമും ടോയ്ലറ്റ്സും എല്ലാം കേട്ടോ. ഇത് നല്ല രീതിയിൽ ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം അവർ. നമ്മളെ കിച്ചൺ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ നമ്മുടെ കാറും ടെൻറ്റൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റ് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതാണ് കിച്ചൺ കേട്ടോ. ഇത് ഡൈനിങ് റൂം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഈ ബിന്നിൻ്റെ അത് ഇടാം. കാണിച്ചിടാവേ. ഇതുണ്ടോ, ഇവിടെ മൈക്രോ ഓവൻ, സ്റ്റൗവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു ഐലൻഡ് ബെഞ്ച് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാത്രം കഴുകാനുള്ള ഒരു സെറ്റപ്പ്. പിന്നെ ഒരു വലിയൊരു ഫ്രിഡ്ജ് കേട്ടോ. എൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് ഡു നോട്ട് ടേക്ക് അതർ ഐറ്റംസ്, താങ്ക് യു. അതായത് വേറെ ആൾക്കാരുടെ ഫുഡ് എടുക്കരുതെന്നാണ് അവർ ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് നമ്മുടെ സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്രീസർ. നമ്മൾ ഒരു പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ തൽക്കാലം പപ്പായെന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടോ. ആഹാ, അടിപൊളി. നമ്മൾ വാങ്ങിച്ചിട്ട് 2 ദിവസമായി. അപ്പോൾ നല്ല അത്യാവശ്യം പച്ചയായിരുന്നു. അപ്പം നമ്മൾ വണ്ടിയുടെ അകത്ത് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ നല്ല രീതിയിൽ പഴുത്തു. അടിപൊളി. അങ്ങനെ നമ്മൾ പപ്പായൊക്കെ എല്ലാം കട്ട് ചെയ്ത് ബേബീസിനെ കൊടുത്തോണ്ടിരിക്കണേ. ബേബിന് ഇഷ്ടപ്പെട്ടോ പപ്പായ? ആണോ? വാവ്. ആണോ? വാവ്. എന്താ പരിപാടി? ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളില്ലേ. ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങള് സാധാരണ ന്യൂഡിൽസിൻ്റെ കൂടെ ചൈനീസ് ന്യൂഡിൽസും കൂടി ഇടാറുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ്, സ്പൈസി ചൈനീസ്. അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആൾക്കാർ ടെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ഒരുമിച്ച് ടെൻറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പായിട്ട് വന്നേക്കാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും ടെൻറ്റ് ഒരുമിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇതേ നമ്മുടെ ഫുഡ് റെഡിയായോ? ഫുഡ് റെഡിയായി. ഉച്ചക്കറി നമുക്ക് പുട്ടും കടലക്കറി. അതെ, ഓക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ ന്യൂഡിൽസ് ആയിട്ടുണ്ട്. കടലക്കറി ഉച്ചക്കത്തേക്കുള്ള തിളച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ കൊണ്ടുവന്നോട്ടെ ഈ റൈസ് കുക്കറിനകത്ത് പുട്ട് സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുന്നു. കസ്കസ് പുട്ട്, റവ, അതായത് റവ പോലെ ഇരിക്കുന്ന ആ സാധനത്തിന്റെ പുട്ട്. ലൂക്കാസ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ ന്യൂഡിൽസ്? ബേബി ഇഷ്ടപ്പെട്ടോ ന്യൂഡിൽസ്? അപ്പോൾ ഇതാണ് നമ്മളുടെ 10 മണി കഴിഞ്ഞല്ലോ. നമ്മൾ കാലത്ത് 7 മണിക്ക് എണീറ്റതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ഇനി ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ലൂക്കാച്ചാ ഇഷ്ടപ്പെട്ടോ നിനക്ക് ടെൻറ്റിങ്? ബേബിക്ക് ഇഷ്ടപ്പെട്ടാ? അമ്മക്ക് ഇഷ്ടപ്പെട്ടാ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനത്തെ ഒരു. പക്ഷെ ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം പേടിച്ചായിരുന്നു. കാരണം നമ്മുടെ റെയിൻ ഫോറസ്റ്റ് ഇല്ലേ, വലിയ 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 മരങ്ങൾ, അതിന്റെ അടുത്തൂടെ കുഞ്ഞു റോഡ്. അവർ ഞങ്ങളിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇരുട്ടത്തിങ്ങനെ പോരുവായിരുന്നു. അതായത് ശരിക്കും നല്ല സീനിക് ഡ്രൈവ് ആണ്. പക്ഷെ നമ്മൾ ഇരുട്ടത്തായതുകൊണ്ട് ശരിക്കും അത് നമ്മള് ജുറാസിക് പാർക്കിലെ കാണുന്ന പോലത്തെ ഒരു റെയിൻ ഫോറസ്റ്റ് അല്ലേ. പക്ഷെ അത് മലകളുടെ ഇടയിലൂടെ കയറ്റുറക്കമൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ആക്ടിവിറ്റി എന്താണെന്നറിയോ? ഞങ്ങള് ഫിഷിങ്ങിന് പോണേ. ഇതിന്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു ലക്ഷ്യമില്ലാതെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കും. മാപ്പ് ഇട്ടിട്ട് നമ്മുടെ ലക്ഷ്യം ലേക്കിലേക്ക്, ഏതെങ്കിലും ലേക്കിൽ ചെന്നിട്ട് നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? അടിപൊളി സ്ഥലം, നല്ല സ്ഥലം. നല്ല സമ്മറിലൊക്കെ വരുവാണെങ്കിൽ സൂപ്പർ ആണ് കേട്ടോ.
സമ്മറിലാണെങ്കിൽ പക്ഷെ ഈ സ്ഥലത്ത് ചൂടുണ്ടാവുമായിരിക്കും. പക്ഷെ സ്ഥലം അടിപൊളി, ഒരു രക്ഷയില്ല. ആ കാർമേഘങ്ങളൊക്കെ മാറിയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് കാണാൻ നല്ല ഭംഗി വരണമെന്നുണ്ടെങ്കിലല്ല, ക്ലൗഡി ആയിരിക്കണം, എന്നാ അധികം വെയിൽ ചുട്ടുപഴുത്ത വെയിൽ ഉണ്ടാവരുത്, എന്നാ മഴയും ഉണ്ടാവരുത്. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ കിട്ടില്ലായിരിക്കും. ഇപ്പൊ ഈ വെതർ ഓക്കെയാണ്, കാണാൻ അടിപൊളിയാണ്. പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട്. പക്ഷെ കാറിനകത്തിരുന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി അടിപൊളി. സൂരജ് പറഞ്ഞേ ഫ്രൈ പാനും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞേക്കുന്നത് മീനെ പിടിക്കാൻ. മീനെ പിടിച്ചിട്ട് വരുള്ളൂ എന്നുള്ള നമ്മള് പ്രതിജ്ഞ എടുത്തേക്കുക. അടിപൊളി കേട്ടോ. നമ്മളുടെ വീട്, നമ്മളിപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്ന അക്കോമഡേഷൻ ആ മരത്തിന്റെ അപ്പുറത്തോട്ട് ഞാൻ കാണിച്ചത്. അടിപൊളി സൂപ്പർ അക്കോമഡേഷൻ കണ്ടോ. നമ്മളുടെ അതാണ് നമ്മൾ നിന്നോണ്ടിരിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മളുടെ അക്കോമഡേഷൻ ആ ബിൽഡിംഗ് ആണ്. നമ്മളുടെ ഇപ്പൊ ടോയ്ലറ്റ് എന്ന് പറഞ്ഞല്ലേ, അതാണ് ആ ബിൽഡിംഗ്. കിട്ടില്ലേ? അടിപൊളി സ്ഥലം കേട്ടോ, കിടുക്കാച്ച സ്ഥലം. ഇത് ക്യാമറയിൽ അത്രത്തോളം, ഇത് ക്യാമറയിൽ ഇരുണ്ടിരിക്കണേ, പക്ഷെ നേരിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു കുതിര ഉടുപ്പൊക്കെ ഇട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു. നമ്മളെ കണ്ടപ്പോ നോക്കിട്ടാ. നമ്മൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അത് കാടാണേ, കാട് പ്രദേശം. ഓറഞ്ച് ആണോ നാരങ്ങയാണോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കണ്ടിട്ട് നാരങ്ങയാന്ന് തോന്നട്ടാ. അല്ല ഓറഞ്ച് ആണോ? പൊളിക്കാൻ വേണ്ടി പറ്റുമോ നോക്കിയേ. പൊളിക്കാൻ പറ്റണില്ല, പക്ഷെ ഓറഞ്ച് എന്താ പറയണത്, സ്മെല്ലുണ്ടോ? ആ ഓറഞ്ചിന്റെ സ്മെല്ല് എനിക്ക് തോന്നണം. അപ്പം നമുക്ക് എന്തായാലും ഒരു ഓറഞ്ച് പറിച്ച് നോക്കിയേ കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഓറഞ്ച് പറിച്ച് നോക്കിയത് അത്ര ശരിയായില്ല, അത് എന്തോ കേടായിരുന്നു. നമുക്ക് രണ്ടാമത് പറിച്ച് നോക്കാവേ. അതിരി റെഡ് ഓറഞ്ചിഷ് അല്ലേ കളറേ, നല്ല സ്ട്രോങ് സാധനമാണേ, വൈൽഡ് സാധനം. വൈൽഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നു, വൈൽഡ് ഓറഞ്ച്, വൈൽഡ് തന്നെ. കാശിന് അവിടെ പറിക്കുന്ന സമയം കൊണ്ട് തേങ്ങ പൊതിക്കുന്ന പോലെ അല്ലേ. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste. അങ്ങനെ ഫൈനലി കഴിച്ചു നോക്കാവേ. നല്ല പൊളി. നല്ല ഭംഗിയില്ലേ, പച്ച മരത്തില് ഓറഞ്ച് ഇങ്ങനെ കായ്ച്ച കിടക്കണ കാണാനേ. അവിടെ ഷീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഈ മലയിടുക്കിലും ആൾക്കാർ വീട് വെച്ചേക്കണുണ്ടോ, പണ്ടത്തെ ഫെയറി ടെയിൽ ഹൗസസ് പോലെ. നമ്മൾ മലയുടെ ചോട്ടിലൊരു വീട്, അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അരുവി, കുറെ പശുക്കള്, അങ്ങനത്തെ ഒരു സ്ഥലം. We haven't played. No, I don't want no rest. Echoing around these walls. പോകുന്ന സമയത്ത് ഒരു കാർ കിടക്കുന്നേ, പഴയ വിന്റേജ് മോഡല്, പണ്ടത്തെ മസിൽ കാർ, ഡോഡ്ജ് ആണെന്ന് തോന്നണം. സീനറീസ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടാ, അടിപൊളി സീനറീസ് ആണ്. നോക്കി Shadow turns to sun rays, and on we'll go through the wastelands, through the highways, and on we'll. അങ്ങനെ നമ്മളൊരു ഗ്രോസറി ഷോപ്പിൽ വന്നിരിക്കണേ, നമ്മുടെ ഈ ടയാൽഗത്തിൽ തന്നെ. അപ്പോൾ ട്രീസ് എന്തായാലും അതിൻ്റെ അകത്ത് കയറി നോക്കിയിട്ട് വരട്ടെ. നമുക്ക് കുറച്ച് ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിള്ളേർ എന്തായാലും ഉറക്കമാണ് വണ്ടിയുടെ അകത്ത്. അപ്പോൾ നമ്മൾ ഈ ടയാൽഗം വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ പോപ്പുലേഷൻ ഞാനത് നോക്കിയായിരുന്നു. 521 ആൾക്കാരാണ് ഈ വില്ലേജിൽ ഉള്ളത് കേട്ടോ. ഞങ്ങളുണ്ടല്ലോ ഇപ്പൊ ഫേസ് പെയിന്റിങ്ങിന് ഇവിടെ വെയിറ്റ് ക്യൂവിലാണ്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ആയത് കാരണം നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, പ്രോഗ്രാം അല്ല, ഇത് നമ്മളിപ്പോൾ വന്നേക്കുന്ന ഒരു കുഞ്ഞു വില്ലേജിൽ. അപ്പൊ ഈ കുഞ്ഞു വില്ലേജിൽ ഒരു ഹോട്ടലും ഒരു ഹോട്ടലും ഒരു ഗ്രോസറി ഷോപ്പ്, ഒരു ഹോട്ടല്,
ഒരു കോഫി ഷോപ്പ്. അങ്ങനെ ഈ കുഞ്ഞു വില്ലേജിൽ കുറച്ച് പോപ്പുലേഷൻ ഉള്ളതെന്ന് എനിക്ക് നമുക്ക് തോന്നുന്നേ. അപ്പോൾ നേച്ചറുമായിട്ട് ഇടങ്ങി ജീവിക്കുന്ന കുറെ ആൾക്കാർ. അപ്പോൾ ഇവരെല്ലാം ഹോട്ടലിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ സംഭവങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ് ഓരോ ആഴ്ചയും ഇവിടെ നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ആഴ്ച ഫാമിലി ഡേയാ. അപ്പൊ ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് ഇവിടെ വരാം. അപ്പൊ ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ട്, പിള്ളേരൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാല് പെറ്റ്സിനെ ഫീഡ് ചെയ്യാനും മീൻസ് നമുക്ക് തൊടാനും അടുത്ത് പോകാനും ഒക്കെയുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് ഫേസ് പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ അതിനുള്ള ക്യൂവിലായപ്പോ ഞങ്ങള് ശനിയാഴ്ച ഞങ്ങൾക്കും അതിനൊരു പാട്ടാവാൻ പറ്റി. അപ്പൊ എല്ലാരും ഞങ്ങളുടെ കൂടെ വായോ. I think that the pets so we can touch the pets. Look at the unicorn face painting. At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you. Wow! Is this really happening? I can't believe it's true. I'm just as surprised as you. Hello guys, I did a face painting in my face and I drew the unicorn in my face. Again. അപ്പൊ നമ്മുടെ പബ്ബിന്റെ മുമ്പിൽ നിന്നുണ്ടെങ്കിൽ നല്ല സീനറിയാണ്, മലനിരകളൊക്കെ അടിപൊളി, നല്ല ആംബിയൻസ്. I did face painting and then I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe